മീ ടു ആരോപണ ക്യാമ്പയിൻ ലോകമാകെ നടന്നപ്പോൾ അതിന്റെ ശബ്ദ കൊടുങ്കാറ്റിൽ ഒരുപാട് പേര് വീണു, മഹാന്മാരായിട്ടുള്ള ഒരുപാട് പേര് വീണു. ഇവിടെ ആ, തരുൺ തേജ്പാൽ എന്ന് പറയുന്ന ഒരാള്, മാധ്യമപ്രവർത്തകൻ, സെലിബ്രിറ്റി ആയിട്ട് എക്സ്ക്ലൂസീവ് സ്കൂപ്പുകൾ പുറത്തു കൊണ്ടുവന്നിരുന്ന ആള് ഗവൺമെന്റിനെതിരായിട്ട്. അദ്ദേഹം തന്നെയാണല്ലോ നമ്മുടെ BJP-യുടെ ട്രഷററായിരുന്ന ദളിതനെ രാജിവെപ്പിൽ കലാശിച്ച കൈക്കൂലി കേസും ഒക്കെ പുറത്തു കൊണ്ടുവന്നത്. അതൊക്കെ ഒളി ക്യാമറ വെച്ചിട്ട് എടുത്തിട്ടൊക്കെ കൊണ്ടുവന്നു. തരുൺ തേജ്പാൽ ഇപ്പൊ എവിടെയാണ്? അദ്ദേഹം ജയിലിലാണ് സ്ത്രീപീഡന കേസിൽ. എന്തിന്റെ ഫലമായിട്ട്? മീ ടു. ഇങ്ങനെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ ആരാധകരായിരുന്ന പത്രപ്രവർത്തകരെ പീഡിപ്പിച്ചു എന്നുള്ള കേസിൽ. അതുപോലെ തന്നെയായിരുന്നു ദി ടെലിഗ്രാഫ് എന്ന് പറയുന്നതിന്റെ എഡിറ്ററായിരുന്ന MJ അക്ബർ എന്ന് പറയുന്ന സെലിബ്രിറ്റി മൂത്ത് അദ്ദേഹം BJP മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കെയാണ് മീ ടുവിന്റെ കൊടുങ്കാറ്റാഞ്ഞ് വീശിയത്. അദ്ദേഹവും ഇപ്പോ എന്തേ പേര് കേൾക്കാത്തത്? അദ്ദേഹവും ഇപ്പോ തടവിലാണ്. ഏത് ജയിലിലാണെന്നൊന്നും അറിയില്ല. പക്ഷെ അദ്ദേഹവും ഇതിന്റെ ഫലമായിട്ട് തടവ് ശിക്ഷ അനുഭവിച്ചയാളാണ്, അല്ലെങ്കിൽ വിചാരണ നേരിട്ടയാളാണ്. പുറത്തേക്ക് വന്നിട്ടില്ല. പിന്നെ ഒരിക്കലും മന്ത്രിയാവാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുമില്ല. BJP-യുടെ ബംഗാളിലെ ബെസ്റ്റ് ബെറ്റായിരുന്നു. അങ്ങനെ ആ കൊടുങ്കാറ്റടിയിൽ ഇളകിത്തെറിക്കാത്ത സിംഹാസനങ്ങളില്ല എന്ന് തന്നെ പറയാം. അതുപോലെ ഇപ്പൊ നോക്കൂ, കേരളത്തിൽ രസമൊന്നുമല്ല, ഹേമ കമ്മിറ്റി, മീ ടു ഒന്നുമല്ല, ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. ഹേമ കമ്മിറ്റിയാണ്, ഒരു കമ്മീഷൻ പോലുമല്ല. എന്നിട്ടും CPM ആവുന്നത്ര പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടും തകർന്നുലയുന്നത് കണ്ടില്ലേ സിംഹാസനങ്ങൾ. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ തികഞ്ഞ ഇടതുപക്ഷക്കാരനായിട്ടുള്ള രഞ്ജിത്ത് കിടക്കുന്നു തറയിൽ. സിദ്ദിഖ് ഇടതുപക്ഷ ചായ്വുള്ള മറ്റൊരാളാണ്. എവിടെ അദ്ദേഹം? ചലച്ചിത്ര അക്കാദമിയുടെ ജനറൽ സെക്രട്ടറിയായി. ചലച്ചിത്ര അക്കാദമി അല്ല, അമ്മ എന്ന് പറയുന്ന നടീനടന്മാരുടെ സംഘടനയിൽ ഇരുന്നു കൊണ്ട് ഇവിടെ ഇങ്ങനൊന്നും ഇല്ല എന്ന് ജോമോളെന്ന പെൺകുട്ടിയെ സൈഡിൽ അണിനിരത്തിക്കൊണ്ട് അയ്യോ ഞങ്ങൾക്കൊന്നും ഒരിക്കലും പീഡനം വന്നിട്ടില്ല, ഭീഷണി വന്നിട്ടില്ല എന്ന് പറയിപ്പിച്ച ആ മഹാൻ ഇന്നെവിടെ? നാണം കെട്ട് ആരും അറിയാതെ പത്രക്കാർ വിളിച്ചിട്ട് പോലും മറുപടി പറയാ രാജിവെച്ചു. മോഹൻലാലിന് രാജി കൊടുത്തു. എന്താണ് അദ്ദേഹം ചെയ്തത്? മാസ്കറ്റ് എന്ന് പറയുന്ന ഗവൺമെന്റ് പണിയിച്ച ഗവൺമെന്റിന്റെ ഹോട്ടലിൽ വന്നിട്ട് ശരിക്കും പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ, അതും പ്രകൃതി വിരുദ്ധമായ രീതിയിൽ പീഡിപ്പിച്ചു. അവളുടെ ജീവിതം തൊലച്ചു. അങ്ങനെയുള്ള അവൻ ആ മഹാനാറിയാണ് പറയുന്നത്. ഇത്രയും പറയുന്നതിൽ ക്ഷമിക്കുക പ്രേക്ഷകർ. ആ മഹാനാറിയാണ് അമ്മയിൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞത്, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും പറഞ്ഞു. എന്തു വിശ്വാസ്യതയാണ് അവളുള്ളത്. ഇതുപോലുള്ള ക്രിമിനൽ ഗാംഗുകളെ സിനിമയിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ സിനിമ ശുദ്ധീകരിക്കാൻ പറ്റൂ. ഇവരെ അഗ്നിശുദ്ധിയാവുമോ അല്ലാതിരിക്കുമോ ചേട്ടാ? സിനിമ ശുദ്ധീകരിക്കണം. ഇതുപോലുള്ള പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡകന്മാരെ സിനിമയിൽ നിന്ന് മുക്തമാക്കാതെ നമ്മൾ സിനിമ കാണുകയില്ലെന്ന് തീരുമാനിക്കണം. ഈ പരനാറി എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, അത് ഇവരെ പറയേണ്ട പേരുകളാണ്, അല്ല പ്രേമചന്ദ്രനെ പറയേണ്ട പേരല്ല. കൊല്ലത്തിന്റെ ഇതിഹാസമായ മുകേഷിനെതിരെ, കൊല്ലത്തിന്റെ നിത്യകുമാരനായ നിത്യഹരിത നായകനായ മുകേഷിനെതിരെ ടെസ് എന്ന് പറയുന്ന പെൺകുട്ടി നേരത്തെ മീ ടുവിന്റെ ഭാഗമായിട്ട് വന്നതാണ് ആരോപണം. അദ്ദേഹം പീഡിപ്പിച്ചു എന്നുള്ള പരാതി. പറഞ്ഞും തടിതപ്പിയും സ്വാധീനം ഉപയോഗിച്ചു അദ്ദേഹം നിലനിന്നു ഇത്ര നാളും. ആ മീ ടു ക്യാമ്പയിനിൽ വന്ന ഇരകൾ ആരുടെയൊക്കെ പേര് പരാമർശിച്ചു അവരെല്ലാം രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതുമണ്ഡലത്തിൽ നിന്ന് നിഷ്കാസിതരായിട്ടുണ്ട്. പക്ഷെ മുകേഷ് മാത്രം ഇപ്പോഴും ചിരിയും കളിയുമായി പലതവണ അദ്ദേഹം കല്യാണം കഴിച്ചു. അദ്ദേഹത്തിന്റെ സ്വകാര്യ കാര്യം പ്രശ്നം. പക്ഷേ ഇങ്ങനെ പരാതി വരുമ്പോൾ ഔദ്യോഗികമായ സത്യപ്രതിജ്ഞ ചെയ്ത് ഏറ്റെടുത്ത MLA പദം രാജിവെക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. തെളിയിക്കട്ടെ താൻ ശുദ്ധനാണെന്ന്. ഓണസ് ഓഫ് പ്രൂഫ് ഈസ് ഓൺ മുകേഷ് എന്ന് പറഞ്ഞാൽ തെളിയിക്കാനുള്ള ബാധ്യത മുകേഷിനാണ്, പെൺകുട്ടിക്കല്ല. ഒരു പെൺകുട്ടിയും തന്റെ പേര് ചീത്തയാക്കും ഇങ്ങനെ തന്റെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പീഡനം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയില്ല എന്നുള്ളതാണ് എന്റെ ശരിയായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള നിയമം. അപ്പൊ സ്വാഭാവികമായിട്ടുള്ള നീതി കിട്ടണം. മുകേഷ് രാജിവെക്കേണ്ടതാണ്, ഒരു സംശയമില്ലാത്തതാണ്. മുകേഷ് അല്ലെങ്കിൽ തെളിയിക്കട്ടെ. അദ്ദേഹം ചെയ്തിട്ട് നിസ്സാരമായി കളയേണ്ട കാര്യമല്ല. അങ്ങനെ ഒഴുക്കൻ മട്ടിൽ ഉർവശി പറഞ്ഞതുപോലെ ഒഴുക്കൻ മട്ടിൽ കളയേണ്ട കാര്യങ്ങളല്ല. മുകേഷിനെതിരെ മാത്രമേ വന്നിട്ടുള്ളൂ. വേറെ എത്രയോ നടന്മാർ കൊല്ലത്ത് ഉണ്ട്.
അവർക്കെതിരെ വന്നിട്ടില്ലല്ലോ. ഇനി വരുമോ എന്ന് നമുക്കറിയില്ല. ഈ ആർക്ക് ഓരോ ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബോംബിന്റെ ഷെല്ലുകൾ ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നു ഞാൻ നാളെ നീ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് ഓരോരുത്തരും. ഞാൻ പറഞ്ഞതുപോലെ ഇത് മാധ്യമങ്ങളിലും ഉണ്ട്. മാധ്യമങ്ങളിലും ഇതിൽ ബിരുദന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരിലേക്കും ചെല്ലണം ഇത്. യഹമ കമ്മിറ്റിയെ വെച്ചതുപോലെ മാധ്യമങ്ങളിൽ നടക്കുന്ന ഇത്തരം ലൈംഗിക പീഡനങ്ങളെ കുറിച്ച്, പെൺകുട്ടികൾ അനുഭവിക്കുന്ന വേദനകളെ കുറിച്ച് അവർക്ക് തുറന്നു പറയാൻ വേദിയുണ്ടായിട്ട് അത് പൊതുലോകത്തിലേക്ക്, പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാകുമ്പോൾ മാത്രമേ സ്ത്രീകൾ അവർ ജോലി ചെയ്യുന്ന മേഖലകളിൽ പോലും സുരക്ഷിതരാകും. രാത്രി കഴിഞ്ഞാൽ സുരക്ഷിതത്വം ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയാണ് നമ്മുടെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ. അത് ഇന്ത്യ മുഴുവൻ ഒരു പക്ഷേ അങ്ങനെയായിരിക്കും. ചില മുംബൈ പോലുള്ള ചില നഗരങ്ങളിൽ ഒഴിച്ച ബാക്കിയല്ല. മുംബൈ നഗരമാണ്, അതിന്റെ പ്രാന്തപ്രദേശത്തിൽ പോയാൽ തീർന്നു. ഒരു സുരക്ഷിതത്വവും ഇല്ല എന്നാണ് തെളിയുന്നത്. അതുകൊണ്ട് ഇവിടെ തന്നെ ഇവിടെ ആരംഭിക്കണം. നമ്മുടെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ വരുന്ന ആ സിനിമയിൽ നടക്കുന്ന ഇത്തരം കുൽസിത വൃത്തികളെ, പ്രകൃതി വിരുദ്ധ വൃത്തികളെ, ലൈംഗിക പീഡനങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് അതിൽ ഏർപ്പെട്ടിട്ടിരിക്കുന്നു എന്ന ആരോപിതരായിട്ടുള്ള വ്യക്തികളെ അവിടുന്ന് പുറത്താക്കണം. അങ്ങനെയാണ് സിനിമയെ ശുദ്ധീകരിക്കേണ്ടത്. അവരെ ഇരുത്തിക്കൊണ്ടല്ല, അവരെ ഇരുത്തി കോൺക്ലേവ് നടത്തിക്കൊണ്ടുമല്ല എന്നുള്ളതാണ്. അതുവരെ പൊതുജനം ആരാണോ ഇതിന് വിനോദ നികുതി കൊടുക്കുന്നത് അവർ സിനിമ കാണുന്നത് നിർത്തണം. അതാണ് വേണ്ടത്. ഇത്ര നാറിയ ഒരു രംഗം, പരനാറികളായിട്ടുള്ള ആളുകളുള്ള ഒന്ന്, അവരെ എന്താണ് പിന്നെ പറയേണ്ടത്? സ്വന്തം കൊച്ചുമക്കളുടെ പ്രായം പോലും ഇല്ലാത്തവരെ പിടിച്ച് പീഡിപ്പിക്കുന്നവരെ ഈ വാക്കല്ല ഉപയോഗിക്കേണ്ടത്. പക്ഷേ നമുക്ക് പരിമിതി ഉള്ളതുകൊണ്ട് ആ വാക്കിൽ ഒതുക്കുകയാണ്. അവർ ഈ സമൂഹത്തിൽ ജീവിക്കാൻ ബാധ്യസ്ഥരല്ല, ജയിലുകളിൽ കിടക്കേണ്ടവരാണ്. പറഞ്ഞത് സത്യമാണെങ്കിൽ, സത്യമാവാതിരിക്കാൻ പ്രത്യേകിച്ചൊരു കാരണവും നമ്മൾ കാണാത്തതുകൊണ്ട് ആ പെൺകുട്ടികളുടെ സങ്കടങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണ്, ഇവർ പൊതുമണ്ഡലത്തിൽ നിന്ന് മാറ്റപ്പെടണം എന്ന് മാത്രമല്ല, പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പാടില്ല, അപകടകാരികളാണ്. ജയിലുകൾക്കുള്ളിൽ അടയ്ക്കപ്പെടണം നിലവിലുള്ള നിയമങ്ങൾ വെച്ചുകൊണ്ട്. ഇനി നാളെ ഒരു നിയമം ഉണ്ടാവുകയായിരുന്നെങ്കിൽ ഇത്തരം കാമവെറിയന്മാർക്ക് ഷണ്ഡീകരണം, കാസ്ട്രേഷൻ തന്നെ നടത്തിക്കൊണ്ട് സമൂഹത്തെ അവരിൽ നിന്ന് രക്ഷിക്കണം. അല്ല, അവരെ രക്ഷിക്കാനല്ല ഗവൺമെന്റിനെ നയിക്കുന്ന പാർട്ടിയും നോക്കേണ്ടത്.